ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പ്രിയ അവർക്ക് പണം കൊടുത്തു എന്നുള്ളത് സത്യ. അത് അവർ സഹായമായിട്ട് ചോദിച്ചിട്ടാ. പക്ഷെ അവര് കേസിൽ പെടുന്നു വന്നപ്പോ പ്രിയങ്കയുടെ പേരവര് പറഞ്ഞതാ. കണിമംഗലത്തുകാര് പ്രിയങ്കയെ രക്ഷപ്പെടുത്തുമ്പോ അക്കൂട്ടത്തിൽ അവർക്കൂടി രക്ഷപ്പെടാന്ന് തോന്നില്ല. ഈ കഥകളൊക്കെ നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചാണോ അതോ ഈ ക്രിമിനൽ തന്നെ പറഞ്ഞാണോ? ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കാലിൽ വീണ് ഇറക്കാനേ പറ്റൂ. പ്രിയയിൽ നിന്നും ഇനി ഒരു തെറ്റുണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരാം. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിനെ അവള് കാണിച്ച ഞാനോ അച്ഛനോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളോ ഒരിക്കലും ഇങ്ങനെ വന്ന് കെഞ്ചില്ല. ഏട്ടാ, അനിയത്തി എന്നല്ല എന്നെ വിളിക്ക. ഏട്ടന്റെ പെങ്ങളല്ലേ ഞാൻ. എന്റെ അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്ന ഞങ്ങളുടെ കുടുംബം പിന്നെ ബാക്കി ഉണ്ടാവില്ല. എന്റെ അച്ഛനാണ് ഇപ്പൊ സാറിന്റെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അച്ഛൻ ഈ കാല് പിടിക്കുമായിരുന്നു. അച്ഛന് പകരം ഞാൻ. അയ്യോ, എന്താ കുട്ടി കാണിക്കുന്നേ? നിന്റെ നന്മയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരിക്കലും ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷേ അമ്മേ, രാധിക മോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളത് കേൾക്കാതിരിക്കുന്ന എങ്ങനെയാ? അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ഇനി ഈ വീടിനകത്തേക്ക് ഇവളെ വിളിച്ച് കയറ്റുകയാണെങ്കിൽ ഞാനുമായിട്ട് അവൾക്കൊരു ബന്ധം ഉണ്ടാവില്ല. മുത്തശ്ശി, എനിക്ക് നിങ്ങളെ എല്ലാവരും ഇഷ്ടം. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം. അതൊക്കെ എന്റെ വലിയ ആഗ്രഹം. അതിനും കൂടി വേണ്ടിട്ടാ ഞാനിതൊക്കെ പറയുന്നത്. പരമേശ്വര, അവരകത്തേക്ക് കയറട്ടെ. വിളിച്ചുകൊണ്ട് പോ ഇവളെ. എല്ലാത്തിനും മാപ്പ്. ഇനി എന്നിൽ നിന്നും ഒരു തെറ്റുണ്ടാവില്ല.